have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. നമസ്കാരം. ഒക്ടോബറിലെ ഭീകരാക്രമണം മറയാക്കി 2 വർഷമായി നിരന്തര ആക്രമണത്തിലൂടെ പലസ്തീൻ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. കരയുദ്ധത്തിലൂടെ ഗാസ സിറ്റിയും കടന്ന് വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേൽ സൈന്യം നീങ്ങുമ്പോൾ മരിച്ചു വീണത് 65,000-ലേറെ പേരാണ്. 1 മണിക്കൂറിൽ ഒന്നെന്ന നിലയിൽ 23 മാസത്തിൽ 20,000 കുഞ്ഞുങ്ങളുടെ ജീവനെടുത്തു ഇസ്രായേൽ. ലോകരാഷ്ട്രങ്ങൾ വെടിനിർത്തലിനായി മുറവിളി കൂട്ടുമ്പോൾ കൂട്ടക്കുരുതിയും വെല്ലുവിളിയും തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പലസ്തീനെ അംഗീകരിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ രംഗത്തു വരുന്നതാണ് നെതന്യാഹുവിനെ ചൊടിപ്പിക്കുന്നത്. ജോർദാൻ നദിക്ക് പടിഞ്ഞാറ് പലസ്തീൻ എന്ന രാഷ്ട്രമുണ്ടാകില്ലെന്ന് ലോകരാഷ്ട്രങ്ങളെ വെല്ലുവിളിച്ച് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം നിലവിൽ വരുന്നത് തടയാൻ വെസ്റ്റ് ബാങ്കിൽ അധിനിവേശം വ്യാപിപ്പിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര പരിഹാരത്തിനായി ശ്രമം ശക്തമാകുമ്പോഴാണ് ഇസ്രായേലിന്റെ വെല്ലുവിളി. പലസ്തീനെ അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് മടങ്ങി വന്നിട്ട് മറുപടി നൽകുമെന്ന് നെതന്യാഹു ഭീഷണി മുഴക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ ഡിബേറ്റ് പരിശോധിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ PJ വിൻസെന്റ് വിദേശകാര്യ വിദഗ്ധൻ, ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ, ശ്രീ ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജോസഫ് ആന്റണി, ലോകരാഷ്ട്രങ്ങൾ ഈ കെടുതി കണ്ട് മതിയായി എന്ന നിലയിലാണ് ഇപ്പോൾ പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നത്. UN-ൽ ദ്വിരാഷ്ട്ര പ്രഖ്യാപനത്തിലൂടെ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള നീക്കം സജീവമാക്കിയിരിക്കുന്ന സാഹചര്യത്തിലാണ് സമാനതകളില്ലാത്ത വെല്ലുവിളിയുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വരുന്നത്, ആവർത്തിച്ചാവർത്തിച്ച് ഭീഷണി മുഴക്കുന്നത്. എന്താണോ നെതന്യാഹു ലക്ഷ്യമിടുന്നത്? ലോകം ക്രമേണ ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ വംശഹത്യയിലേക്ക് കണ്ണുകൾ തുറക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്ന കാര്യം. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും പ്രത്യേകിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങൾ ജനാധിപത്യവും മനുഷ്യാവകാശവും. കഴിഞ്ഞ 2 വർഷമായി ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വംശഹത്യയല്ലാതെ മറ്റൊന്നും. 1948 ഡിസംബർ മാസം 9 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച വംശഹത്യയെക്കുറിച്ചുള്ള കൺവെൻഷൻ. ആ കൺവെൻഷനിൽ 5 കാര്യങ്ങളാണ് വംശഹത്യ എന്നാൽ എന്താണ് എന്ന് പറയുന്നത്. അതിൽ 4 കാര്യങ്ങൾ, അത് ജനതയെ ജാതി, മതം, വംശം ചേർത്ത് കൊല്ലുക, കുട്ടികളെയും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വളരാതിരിക്കാനുള്ള തരത്തിൽ അവരെ നിശേഷം ഇല്ലാതാക്കുക, അവരെ കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുക, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാക്കുക തുടങ്ങിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് വംശഹത്യയാണോ അല്ലയോ എന്ന് ലോകം തീരുമാനിക്കുന്നത്. എന്നാൽ വംശഹത്യയാണെന്ന് സംശയത്തിന് അതീതമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ അന്വേഷണ കമ്മീഷൻ നയിച്ചിരുന്ന ഇന്ത്യൻ വംശജ കൂടിയായിട്ടുള്ള സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന നവനീതം പിള്ളൈ എന്ന് പറയുന്ന വനിത, മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്ന സ്ത്രീ, അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഗാസയിൽ നടക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായി നടക്കുന്നത് വംശഹത്യയാണ് എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ UN-ന്റെ റാപ്പോർട്ടറായിട്ടുള്ള ഫ്രാൻസിസ്ക അൽബനീസി പറഞ്ഞു ഇത് വംശഹത്യയാണ് എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന് പറഞ്ഞു. ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞു, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. ലോകത്തിലെ അന്തർദേശീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, മനുഷ്യാവകാശങ്ങൾ ശ്രദ്ധിക്കുന്ന സംഘടനകളെല്ലാം ഒരേ സ്ഥലത്തിൽ, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ ഉൾപ്പെടെ ഒരേ സ്ഥലത്തിൽ പറഞ്ഞു ഇത് വംശഹത്യയാണ്. പക്ഷെ വംശഹത്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ലോകത്തിലെ രാജ്യങ്ങൾ ഒന്നും തന്നെ ഈ കാര്യം, ഈ വംശഹത്യയാണ് എന്നുള്ള വാക്ക് ഉന്നയിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വേറെ രസകരമായ കാര്യം. എന്നാൽ ഇപ്പോ നമ്മൾ കാണുന്നത് എന്താണ്? ഈ ഭരണകൂടങ്ങൾ ഇതിനെതിരെ മുഖം തിരിച്ചു നിന്നെങ്കിലും ലോകത്തിലെ രാജ്യങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ഈ ഭരണകൂടങ്ങളോട് ചോദിക്കാൻ തുടങ്ങി, നിങ്ങളിത് കാണുന്നില്ലേ എന്ന്. അത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഭരണകൂടങ്ങൾ ഉണരാൻ തുടങ്ങിയത്. എന്ന് മാത്രമല്ല, ഈ ഭരണകൂടങ്ങൾ ഈ ബാക്ക് ചാനലിലൂടെ നിരന്തരമായി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ, ചർച്ച ആരംഭിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പുല്ലുവില പോലും കൽപ്പിക്കാതെ വീണ്ടും വീണ്ടും ഈ ക്രൂരമായ നരഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ
പോർച്ചുഗീസ്, ഓസ്ട്രേലിയ, കാനഡ ബ്രിട്ടൻ മുതലായ രാജ്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് ഞങ്ങൾ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ നിർബന്ധിതമായിരിക്കുന്നു. നമ്മൾ നോക്കൂ, ഇറ്റലി എന്ന് പറയുന്ന രാജ്യം ഈ അമേരിക്കയോട് അടുത്ത് നിൽക്കുന്ന, ഇസ്രായേലിനോട് വളരെ അടുത്ത് നിൽക്കുന്ന രാജ്യമാണ് ഈ ജോർജിയ മെലോനിയുടെ ഇറ്റലി. ആ ഇറ്റലിയിൽ ഇന്ന് അതിശക്തമായ പ്രക്ഷോഭമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ടൂറിൻ പോലെയുള്ള, നേപ്പിൾസ് പോലെയുള്ള, പ്രധാനപ്പെട്ട മിലാൻ പോലെയുള്ള എല്ലാ നഗരങ്ങളിലും വമ്പിച്ച പ്രക്ഷോഭം നടക്കുകയാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കണമെന്നും പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ തരത്തിൽ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തോട് അല്ലെങ്കിൽ ആ ആശയത്തോട് ഇസ്രായേൽ പുലർത്തുന്ന അവർ പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളെ പോലും കളയുന്നവർക്ക് നമുക്കറിയാം. 2020 ട്രംപിന്റെ നേതൃത്വത്തിൽ കൊട്ടിഘോഷിച്ച് വന്നതാണ് എബ്രഹാം അക്കോർഡ് വാസ്തവത്തിൽ പരാജയപ്പെട്ടതിന്റെ കാരണം തന്നെ ഈ പലസ്തീൻ. നമുക്കറിയാം, പലസ്തീൻ പ്രശ്നമാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും സുപ്രധാനമായ പ്രശ്നം. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാതെ പശ്ചിമേഷ്യയിലെ ഒരു പ്രശ്നവും അവസാനിക്കില്ല. നിരന്തരമായ സംഘർഷം തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഈ പലസ്തീനിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിലെ ഏറ്റവും വലിയ കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എബ്രഹാം അക്കോർഡ് ട്രംപ് അവതരിപ്പിച്ചത്. വാസ്തവത്തിൽ പലസ്തീൻ പ്രശ്നമുണ്ടോ അതിനകത്ത്? പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അതിനകത്ത് പറഞ്ഞിട്ടേ ഇല്ല. എന്ന് മാത്രമല്ല, ആകെ കൂടി പറഞ്ഞെന്താണ്, കരാറിൽ ആകെ കൂടി പറഞ്ഞത് അന്ന് വെസ്റ്റ് ബാങ്കിലേക്കുള്ള കുടിയേറ്റം തൽക്കാലം നിർത്തിവെക്കും എന്നാണ് അന്ന് ഇസ്രായേൽ സമ്മതിച്ചത്. വേറെ ഒരു കാര്യം സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പൊ എന്താ കാണുന്നത്? ഇപ്പോ പാശ്ചാത്യ രാജ്യങ്ങൾ, ഫ്രാൻസ് ഉൾപ്പെടെയും സൗദി അറേബ്യ ഉൾപ്പെടെ രാജ്യങ്ങൾ, അതായത് നമ്മുടെ തിങ്കളാഴ്ച ന്യൂയോർക്കിലെ തിങ്കളാഴ്ച ഈ സമ്മേളനം, ഉന്നതതല സമ്മേളനം പാലസ്തീനെ സംബന്ധിച്ച് നടക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ ഈ കാനഡയും ബ്രിട്ടനും ഓസ്ട്രേലിയയും ഒക്കെ ഈ പോർച്ചുഗലും ഒക്കെ ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്നു എന്ന സാഹചര്യത്തിലാണ് അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾ ഇതാ വെസ്റ്റ് ബാങ്കിലേക്കുള്ള കുടിയേറ്റം വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നാണ്. നമ്മൾ കാണേണ്ട കാര്യം, അതായത് ഈ ഇവരുടെ മന്ത്രിമാര് ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ പറയുന്നതാണ് ഇന്നലെ പറഞ്ഞത്, ഇത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഇസ്രായേൽ, വിശാലമായ ഇസ്രായേൽ എന്ന് പറയുന്നത് സ്ഥാപിക്കുക എന്ന് പറയുന്നത് എന്റെ ആത്മീയ ദൗത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബെസാലേൽ സ്മോട്രിച്ചും ഇത്താമർ ബെൻഗറും പോലെയുള്ള തീവ്ര വലതുപക്ഷ വംശീയവാദികളായിട്ടുള്ള കുടിയേറ്റക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന, വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന മന്ത്രിമാർ എന്താണ്, ജോർദാൻ നദിയുടെ ഇടയിലും മെഡിറ്ററേനിയൻ കടലിന്റെ ഇടയിലും ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമേ ഇല്ല. അപ്പൊ ഈ മുഴുവൻ ഇസ്രായേൽ മാത്രമാണ്, ഇസ്രായേൽ അല്ലാതെ മറ്റൊന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ സാങ്കല്പികമായ ബിബ്ലിക്കൽ രീതിയിൽ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന, ഗ്രേറ്റർ ഇസ്രായേൽ എന്നൊക്കെ പറയുന്ന ആശയം സ്ഥാപിക്കുക എന്നത് ഞങ്ങളുടെ ആത്മീയ ദൗത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ, നമുക്കറിയാം ആ ജനങ്ങളെ പിന്നെന്താണ് ഇവിടെ പറഞ്ഞതുപോലെ 65,000-ത്തിലേറെ, 65 എന്ന് പറയുന്നത് സാങ്കല്പിക കണക്കാണ്. വാസ്തവത്തിൽ 100,000-ത്തിലേറെ ആളുകൾ തീർച്ചയായിട്ടും അവിടെ മരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇവിടെ ന്യൂസ് അവർ സൂചിപ്പിച്ചതുപോലെ 20,000 കുട്ടികൾ തന്നെയാണ്, അത്രത്തോളം സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാലസ്തീൻ എന്ന് പറയുന്ന ഒരു ജനത ഉണ്ടാവാൻ പാടില്ലെന്നാൽ കൃത്യമായ ലക്ഷ്യബോധം വെച്ചുകൊണ്ടാണ് കുട്ടികളെയും സ്ത്രീകളെയും മനഃപൂർവ്വം കൊല്ലുന്നത് എന്ന് മാത്രമാണോ? ആ നൃശംസത, ആ ക്രൂരത എന്ന് കണ്ടു നോക്കൂ. പിന്നെ അവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഈ ഭക്ഷണ വിതരണം പോലെയുള്ള കാര്യങ്ങൾ, മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ, അതിനെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അവരുണ്ടാക്കി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട്, GHF എന്ന് പറയുന്ന ഒരു ഫണ്ട്. എന്താ സംഭവിച്ചത്? GHF ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭക്ഷണം കൊണ്ടുവയ്ക്കുക, ഈ പട്ടിണി പാവങ്ങളായിട്ടുള്ള എല്ലും തോലും ഉണ്ടിയ ആളുകൾ ഈ ഭക്ഷണപാത്രവുമായിട്ട് വരിക, അവരുടെ നേരെ തോക്ക് ചൂണ്ടി വെടിവെച്ച് കൊല്ലുക. നമ്മൾ നോക്കൂ, എത്ര ഒരു മനുഷ്യ സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ ഭരണകൂടങ്ങൾക്ക് അനങ്ങാൻ കഴിയാതെ നിൽക്കുമ്പോഴാണ് ജനകീയമായ പിന്നെ പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ജനകീയമായ ഈ പ്രക്ഷോഭം ജനവികാരം മാനിച്ചുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കാനായിട്ട് തയ്യാറാവുന്ന. പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ഒബ്സർവർ സ്റ്റാറ്റസ് ആണ് നിലവിൽ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഈ പലസ്തീൻ ഉള്ളത്. അതിൽ നിന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. അതിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ അമേരിക്ക പോലെയുള്ള, അതായത് ഇസ്രായേലിനെ എല്ലാ തരത്തിലും ആയുധവും സമ്പത്തും ആൾശേഷിയും എല്ലാ രാഷ്ട്രീയ പിന്തുണയും കൊടുത്ത് സഹായിക്കുന്ന ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ അമേരിക്ക ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് അനുകൂലമായി നിൽക്കാത്തിടത്തോളം കാലം പാലസ്തീൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ പിന്നെ രാഷ്ട്രത്തിന്റെ സ്വപ്നം സാർത്ഥകമാവുകയില്ല. ശരി, എന്തായാലും നെതന്യാഹു താൻ തിരിച്ചെത്തിയിട്ട് ബാക്കി മറുപടി എന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും പുതിയ പ്രതികരണം നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് ഈ യുദ്ധം ലക്ഷ്യം കാണും വരെ തുടരും എന്നതാണ്. ഹമാസിനെ ഇല്ലായ്മ ചെയ്യും എന്ന് നെതന്യാഹു ആവർത്തിക്കുന്നു. ബന്ദികളെ മോചിപ്പിച്ച് തിരികെ എത്തിക്കുമെന്നും നെതന്യാഹു പറയുകയാണ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. בתוך מאבק שבו אנחנו גוברים על אויבינו ואנחנו צריכים להשמיד את הציר האיראני, וזה בכוחנו, זה מה שעומד לפנינו.
בשנה הקרובה שיכולה להיות שנה היסטורית לביטחון ישראל. אני רוצה לחזור ולומר שאנחנו נחושים להשיג את כל מטרות המלחמה שלנו, לא רק בעזה, לא רק בהשלמת חיסול החמאס ושחרור חטופינו, והבטחה שעזה לא תהווה יותר איום על ישראל, אלא גם בזירות האחרות, ולפתוח הזדמנויות לביטחון, לניצחון וגם לשלום. വെല്ലുവിളി തുടരുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അത് ഹമാസിനെ ഇല്ലായ്മ ചെയ്യും വരെ ഈ നടപടികൾ തുടരും എന്നത് തന്നെയാണ്. ലക്ഷ്യം കാണും വരെ യുദ്ധം അവസാനിക്കില്ല എന്ന് എല്ലാ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെയും തള്ളിക്കൊണ്ട് വ്യക്തമാക്കുകയാണ് നെതന്യാഹു. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഡോക്ടർ മോഹൻ വർഗീസ് കൂടി ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ലോകത്തിന് ഈ കുരുതി കണ്ട് മടുത്തു. UK-യും ഓസ്ട്രേലിയയും കാനഡയും ഏതാണ്ട് 10ഓളം യൂറോപ്യൻ രാഷ്ട്രങ്ങളുമൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. പലസ്തീനെ അവർ അംഗീകരിക്കുകയാണ്. UN-ൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള നീക്കങ്ങൾ സജീവമാക്കുന്നു. ഈ ഘട്ടത്തിലും ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് പറയുകയാണ്. ലോകത്തോടുള്ള വെല്ലുവിളിയാണോ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നത്? എക്കാലത്തും ഇസ്രായേൽ എന്ന രാജ്യം നിലനിന്നത് എല്ലാ ഓട്ട്സിനെതിരെയും എല്ലാ പ്രതിസന്ധിക്കെതിരെയും പൊരുതി നിന്നുകൊണ്ട് തന്നെയാണ്. അതിനെപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് വലിയേട്ടനായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ് അവസ്ഥ. പക്ഷേ ഇപ്പോൾ എണ്ണത്തിൻ്റെ ഒരു കണക്കെടുത്താൽ പാശ്ചാത്യ ലോകത്തെ പ്രമുഖ ശക്തികൾ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും യൂറോപ്യൻ യൂണിയനിലെ മിക്ക അംഗങ്ങളും അമേരിക്കയോടൊപ്പമല്ല ഈ വിഷയത്തിലെങ്കിലും. സ്വതന്ത്ര പരമാധികാര പലസ്തീൻ സാധ്യമാകണം എന്ന ഒരു പിടിവാശി യൂറോപ്യൻ സമൂഹത്തിനുള്ളതുപോലെ തോന്നുന്നു. എക്കാലത്തും അവരങ്ങനെ ഒരു കാര്യം ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര കടുപ്പമായി ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര പരമാധികാര പാലസ്തീനു വേണ്ടി വാദിക്കുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ ഇസ്രയേലും അമേരിക്കയും ലോക വ്യവസ്ഥിതിയിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നു. ഒറ്റപ്പെടുന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ സ്ട്രെങ്ത് തീർച്ചയായും തുച്ഛീകരിച്ച് കാണാനാവില്ല. കാരണം പശ്ചിമേഷ്യയിലെ ഭൗമ രാഷ്ട്രീയം, രേണുക, ആ ഭൗമ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതിവിഗതികൾ നോക്കുമ്പോൾ അറബ് ലോകത്തെ ശക്തികളാണ് പാലസ്തീനു വേണ്ടി ഘോരം സംസാരിക്കേണ്ടത്. എക്കാലത്ത് സംസാരിച്ചതും അവരാണ്. അതിനുവേണ്ടി ഒരു ചെറു വിരൽ അനക്കാൻ സമീപ ഭൂതകാലത്ത് സൗദി അറേബ്യക്കോ GCC രാജ്യങ്ങൾക്കോ എന്തിന് അറബ് ലോകത്തെ പ്രമുഖ രാജ്യങ്ങളായ ഈജിപ്റ്റോ സിറിയയോ പോലെയുള്ള രാജ്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ആകെ ചെയ്തത് ഇറാനാണ്. പക്ഷേ ഇപ്പോൾ മാറിയിരിക്കുന്നു. ഖത്തർ ആക്രമണ വിധേയമായിരിക്കുന്നു. ഇസ്രയേലി ഫൈറ്റർ ജെറ്റ്സ് ബോംബാർഡഡ് ദോഹ സിറ്റി. അവിടുത്തെ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് ഒരുപക്ഷെ ഒരു ടേണിംഗ് പോയിന്റാണ്. ഇന്ന് ഖത്തർ ആക്രമിക്കപ്പെട്ടാൽ നാളെ തങ്ങളിലൊരു രാജ്യം ആക്രമിക്കപ്പെടാം എന്ന ഒരു ചിന്തയാണ് സൗദി അറേബ്യയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. പെട്ടെന്നാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സൈനിക കരാറിൽ ഒപ്പിടുന്നത്. സൈനിക കരാറെന്ന് പറയുമ്പോൾ സൗദി അറേബ്യക്കെതിരെയുള്ള ഏതാക്രമണവും പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട്, തിരിച്ചും പാകിസ്ഥാനെതിരെയുള്ള ആക്രമണം സൗദിക്കെതിരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് ഇവർ ഒന്നിച്ചു നിൽക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും ചെറിയ വേവലാതി ഭാരതത്തിനുണ്ട്. ഇപ്പം ഇവിടെ സെക്യൂരിറ്റി പാരഡൈംസ് മറിയുകയാണ്. ഇവിടെ ആണവശക്തിയായ ഏക ഇസ്ലാമിക രാജ്യം, പ്രഖ്യാപിത ആണവശക്തിയായ ഏക മുസ്ലിം രാജ്യം പാകിസ്ഥാനാണ്. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റം മറിച്ചിലുകൾ എന്ന് പറയുമ്പോൾ അറബി ഇസ്ലാമിക ലോകം ഒരു പരിധിവരെ ഒരുമിച്ച് നിൽക്കാൻ ഒരു വലിയ ശ്രമം നടത്തുകയാണ്. ഇറാൻ എക്കാലത്തും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രട്ടായിരുന്നു. അപ്പോൾ ഇറാനെ അല്ല, മറിച്ച് ഞങ്ങളിപ്പോൾ നേരിട്ട് ഇസ്രയേലിനെ കൈകാര്യം ചെയ്തുകൊള്ളാം. അവിടെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ രാഷ്ട്രം, അത് ഹമാസ് എന്നൊന്നും പറയുന്നില്ല, ഹമാസ് വിത്ത് ഹമാസ് ഓർ വിത്തൗട്ട് ഹമാസ്, സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം സാധ്യമാകണം എന്ന ഒരു ഡിറ്റർമിനേഷൻ അറബ് ലീഗിൽ, അറബ് ഉച്ചകോടിയിൽ, അല്ലെങ്കിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ, ദോഹയിൽ സമാപിച്ച ആ ഉച്ചകോടിയിൽ കണ്ടു. അതിന് അനുരൂപമായ രീതിയിൽ ഇപ്പോൾ ഇതാ ഈജിപ്തിൻ്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ ഉണ്ടാകുന്നു. ഈജിപ്ഷ്യൻ സൈന്യം അതിശക്തമാണ്. എണ്ണത്തിൻ്റെ കണക്കിലെങ്കിലും ഇസ്രായേലിനോട് കിടപിടിക്കാനാവില്ല സാങ്കേതിക വിദ്യയിൽ. അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എയർ സുപ്പീരിയോറിറ്റി വലിയ തോതിൽ ഇസ്രായേൽ തന്നെയാണ്. പക്ഷേ കര സൈനികരുടെ കണക്കിൽ നോക്കിയാൽ 5 ലക്ഷത്തോളം സൈനികരും ഏതാണ്ട് 4 ലക്ഷത്തോളം റിസർവ് സൈനികരുമുള്ള ഈജിപ്റ്റ് വലിയൊരു ശക്തി തന്നെയാണ്. പക്ഷേ അവരുടെ വ്യോമശക്തി വളരെ പരിമിതമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 1.5 ലക്ഷം സൈനികർ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ 2-3 ലക്ഷം സൈനികരെ, റിസർവ് സൈനികരെ അവർക്ക് കോബ്ലപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഓൺ പേപ്പർ ഈജിപ്റ്റ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്
ഇസ്രയേലിനെ തടഞ്ഞു നിർത്താം. അത് മാത്രമല്ല, റഫ അതിർത്തി, ഗാസയും ഈജിപ്തും തമ്മിലുള്ള സൈനായ് ഡെസേർട്ടുമായിട്ടുള്ള അതിർത്തിയാണ് റഫ. ആ റഫ ബോർഡർ കടന്ന് വൻതോതിൽ പലസ്തീനിയൻ അഭയാർത്ഥികൾ, അല്ലെങ്കിൽ ഗാസയിൽ നിന്നുള്ള അഭയാർത്ഥികൾ ഈജിപ്തിലേക്ക് പ്രവേശിക്കുന്നത് ഈജിപ്ത് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ അവരെ തടഞ്ഞു നിർത്തണമെങ്കിൽ യുദ്ധസമാനമായ ഒരു സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആ അതിർത്തിയിലേക്ക് വൻതോതിൽ സൈനിക നീക്കം, ടാങ്കുകൾ ഉൾപ്പെടെ, കവചിത വാഹനങ്ങൾ ഉൾപ്പെടെ ഈജിപ്ഷ്യൻ സൈന്യം നീങ്ങുന്നത്. അതുകൊണ്ടാണ്. അപ്പം ഇവിടെ ഒരു വശത്ത് അറബി ലോകത്ത് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഒരു ബിൽഡപ്പിന്റെ രൂപത്തിൽ വരുന്നു. മറുവശത്ത് യൂറോപ്യൻ യൂണിയനിലെ മുഖ്യ രാജ്യങ്ങൾ മിക്കതും തന്നെ അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പാലസ്തീന് വേണ്ടി നിലകൊള്ളുന്നു. ഇപ്പോഴിതാ ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി സമ്മേളനം തുടങ്ങാൻ പോകുന്നു ന്യൂയോർക്കിൽ. ലോക നേതാക്കൾ ഇപ്പോൾ ന്യൂയോർക്കിൽ സമ്മേളിച്ചിരിക്കുകയാണ്. നിലവിൽ 193 അംഗ ലോക സമിതിയിൽ, അല്ലെങ്കിൽ ജനറൽ അസംബ്ലിയിൽ ഏതാണ്ട് 148 അംഗങ്ങൾ സ്വതന്ത്ര പരമാധികാര പാലസ്തീനെ അംഗീകരിച്ചു. അതിലൊരു പ്രമുഖ രാജ്യം ഇന്ത്യയാണ്. കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാഴ്ച വരുന്നു. അങ്ങനെ ഇസ്രയേലിന്റെ ഒറ്റപ്പെടൽ കൂടുതലായി വരുമ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ ഇവിടെ കേട്ടതുപോലെ, സൂചിപ്പിച്ചതുപോലെ, അതിശക്തമായ ഒരു കാരണവശാലും തങ്ങൾ പാലസ്തീനെ അംഗീകരിക്കില്ല. വെസ്റ്റ് ബാങ്കും ഗാസയും ചേർന്നുകൊണ്ട് ജെറുസലേം, കിഴക്കൻ ജെറുസലേം അല്ലെങ്കിൽ ജെറുസലേം തലസ്ഥാനമാക്കിക്കൊണ്ട് ഒരു പാലസ്തീനിയൻ സ്റ്റേറ്റ് എന്നത് ഒരു വ്യാമോഹമാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും അമേരിക്കയുടെ പിന്തുണയുള്ളിടത്തോളം കാലം ഞങ്ങളത് സമ്മതിക്കില്ല. ഇപ്പോൾ ഇതാ കൂടുതൽ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേൽ എത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ഓൾ ഓഡ്സ്. പക്ഷെ അവിടെയും ചരിത്രത്തിൽ എക്കാലത്തും ഉള്ളതുപോലെ തന്നെ ഇസ്രായേലിനെ പോരാട്ട വീര്യം ഇപ്പോൾ ഒരു ഫൈനൽ പുഷ് എന്ന നിലയിൽ ഗാസ കീഴടക്കുക, ഗാസ സിറ്റി പിടിക്കുക. ഏതാനും 4000-5000 സൈനികർ കാണും, ഒരുപക്ഷെ ഹമാസിന്റെ പോരാളികൾ അവിടെ കാണും. അതുകൂടെ കീഴടക്കിയാൽ ഗാസ പൂർണ്ണമായി ഇസ്രായേൽ അധിനിവേശത്തിലാവുകയാണ്, ഇസ്രായേലിന്റെ ഭാഗമായി ചേർക്കപ്പെടുകയാണ്. 2007 ശേഷം ആദ്യമായി ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന് കൈവശമാകുന്ന ആ ഘട്ടത്തിൽ ഒരുപക്ഷെ എന്തെങ്കിലും മാറ്റം മറിച്ചിലുകൾ ഉണ്ടാവുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ശരി, ശ്രീ പി ജെ വിൻസെന്റ് കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് കടന്നു പോകുന്നത് എന്ന് പറയാം. ഇസ്രായേലിൽ പുതുവർഷമാണ്. ആ പുതുവർഷത്തെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളോട് വലിയ വാഗ്ദാനങ്ങൾ നെതന്യാഹു മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പുതുവർഷം ഒരുപാട് നേട്ടങ്ങളുടേതാകും എന്ന തരത്തിലുള്ള മെസ്സേജാണ് ജനങ്ങൾക്ക് നെതന്യാഹു നൽകുന്നത്. 1 ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് കൂടി പറയുന്നു. UN ചേരാനിരിക്കുന്നു. അവിടെ ഈ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ പലസ്തീനെ അംഗീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യം എത്രമാത്രം സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മണിക്കൂറുകൾ എന്ന് താങ്കൾ കരുതുന്നു? ഗാസ സിറ്റിയും പിന്നിട്ട് വെസ്റ്റ് ബാങ്കിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ സൈന്യം എന്നതാണ് പറയുന്നത്. അവസാന സമ്മർദ്ദം എന്ന നിലയിൽ വേണമോ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ വെല്ലുവിളികളെ കാണാൻ, അതോ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത കടന്നുകയറ്റം ഇസ്രായേൽ ലോകത്തിന് കാണിച്ചു നൽകുകയാണ്? താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് അവിടെ നടക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോ പാദസാം വിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗബന്ധനോ എന്ന് നളചരിതത്തിൽ കലിയോട് ചോദിക്കുന്ന രംഗമുണ്ടല്ലോ. വെള്ളം മുഴുവനും ഒഴുകിപ്പോയിട്ട് ചിറകെട്ടിയിട്ട് എന്ത് പ്രയോജനം എന്നതാണ്. വെസ്റ്റ് ബാങ്കും ഗസയും ചേർത്ത് കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം രൂപീകരിക്കണം എന്ന കാര്യത്തിൽ ഓസ്ലോ പാക്റ്റിൽ ധാരണയായതാണ്. അതിനുശേഷം ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഹമാസ്, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അടക്കമുള്ള പോരാട്ട സംഘങ്ങളും ഈ വാദം അംഗീകരിക്കാൻ തയ്യാറാണ്. അതേസമയം ഇപ്പോൾ എവിടെ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുമെന്നതാണ് പ്രശ്നം. ഇപ്പോൾ G7 രാജ്യങ്ങളിൽ പ്രമുഖ രാജ്യങ്ങളായ കാനഡയും UK-യും ഫലസ്തീനെ അംഗീകരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടത്തിൽ വെസ്റ്റേൺ ബ്ലോക്കിലെ ശക്തരായ ആസ്ട്രേലിയയും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചു. പക്ഷേ ഫലസ്തീൻ ടെറിട്ടറി എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഇപ്പോൾ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശത്തിലെ ഏരിയ A, ഏരിയ B, ഏരിയ C 3ആയി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏരിയ C പൂർണ്ണമായിട്ടും ഇസ്രായേൽ നിയന്ത്രണത്തിലാണ്. അവിടെ 230 ഇസ്രായേലി സെറ്റിൽമെന്റ് ഉണ്ട്. ആ പ്രദേശം വെസ്റ്റ് ബാങ്കിന്റെ ടോട്ടൽ ഏരിയയുടെ 60% വരും. ഏരിയ A എന്ന് പറയുന്നത് ഏകദേശം 21% വരിക. അത് പലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. ബാക്കി പ്രദേശം ഇസ്രായേലിന്റെയും പലസ്തീനിയൻ നാഷണൽ അതോറിറ്റിയുടെയും സംയുക്ത നിയന്ത്രണത്തിലാണ്. അപ്പോൾ
PNA+ ഇസ്രായേലും ഇസ്രായേലിന്റെ മാത്രം നിയന്ത്രണത്തിലുള്ള പ്രദേശവും കൂടി എടുത്താൽ അത് ഏകദേശം 79% വരും. അതോടൊപ്പം 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആരംഭിച്ച ഗസ യുദ്ധത്തിന്റെ ഭാഗമായി ഈ വെസ്റ്റ് ബാങ്കിലെ ധാരാളം പ്രദേശങ്ങൾ ഇപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഇപ്പോൾ എത്ര ശതമാനം വെസ്റ്റ് ബാങ്ക് പലസ്തീൻ നാഷണൽ അതോറിറ്റിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. രണ്ടാമത്തത് ഗസയാണ്. ഗസ പൂർണ്ണമായിട്ടും അവര് പിടിച്ചെടുക്കുന്നതിലേക്ക് നീങ്ങുകയാണ്. ആകെ ഗസ സിറ്റി എന്ന് പറയുന്ന ഗസ സ്ട്രിപ്പിന്റെ തലസ്ഥാനം മാത്രമായിരുന്നു സ്വന്തമായി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈനിക നിയന്ത്രണം ഉണ്ടെങ്കിലും അവിടെ നിന്നിരുന്നത്. അവിടെ കരയുദ്ധം നടത്തി ഏകദേശം 10 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്ന ആ നഗരം, അതില് കരയുദ്ധം ആരംഭിക്കുമ്പോൾ 5 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവര് മുഴുവൻ അവിടുന്ന് പുറത്തുപോയി. താമസ സൗകര്യം ഉള്ള എല്ലാ കെട്ടിടങ്ങളും തകർത്ത് കളഞ്ഞു. അപ്പോൾ ഇനി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഒരു സ്വതന്ത്ര ഫലസ്തീൻ എവിടെ രൂപീകരിക്കും എന്നുള്ളതാണ്. ഈ ടെറിട്ടറി പൂർണ്ണമായിട്ട് ഇസ്രായേലിന്റെ നേതൃത്വത്തിലായി കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇപ്പോൾ ലോകത്ത് വേണ്ടത് അടിയന്തരമായ വെടിനിർത്തൽ കൊണ്ടുവരികയും അവിടെ നിരന്തരം വീണു മരിക്കുന്ന മനുഷ്യർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പലസ്തീനിയൻ രാജ്യത്തെ അംഗീകരിച്ചു എന്നുള്ളത് ചെറുതായി ഞാൻ കാണുന്നില്ല. പക്ഷെ അത് ഒരു തരത്തിലുള്ള ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല. പലസ്തീനിലെ ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടത് അവർ മരണത്തിനും ജീവിതത്തിനെയും ഇടയിൽ നിൽക്കുകയാണ്. അവരുടെ വീടുകൾ തകർക്കപ്പെടുന്നു, നിരന്തരമായി പലായനപ്പെടുന്നു, ദിവസേന 100-ലധികം ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. അപ്പോൾ ആകാശത്തു നിന്ന് തീമഴ പെയ്യുമ്പോൾ നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന പ്രഖ്യാപനം കൊണ്ട് എന്താ കാര്യം? അവർക്ക് വേണ്ടത് വെടിനിർത്തലാണ്, അവർക്ക് വേണ്ടത് താമസിക്കാൻ വീടാണ്, അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ജീവനാണ് വേണ്ടത്. ഇതില്ലാതെ തൽക്കാലത്തേക്ക് ഈ രാജ്യങ്ങൾ, അതായത് ഇന്നത്തെ ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണമായ 1917 ബൽഫോർ ഡിക്ലറേഷൻ പുറപ്പെടുവിച്ച ഈ ബ്രിട്ടൻ ഏകദേശം 110 വർഷത്തിന് ശേഷം പലസ്തീൻ എന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയാണ്. അതിനകത്തൊരു മധുര പ്രതികാരത്തിന്റെ അംശമുണ്ട് എന്നത് ശരി തന്നെ. പക്ഷെ നോക്കൂ, ഇപ്പോൾ വേണ്ടത് അതാണോ? എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ബ്ലോക്കായി അടിയന്തര വെടിനിർത്തൽ കൊണ്ടുവരാൻ തയ്യാറാവുന്നില്ല? അതാണ് ഫലസ്തീനികൾക്ക് ഇപ്പോൾ വേണ്ടത്. എന്തായാലും പലസ്തീൻ ഇപ്പോൾ വേണ്ടത് അടിയന്തര വെടിനിർത്തൽ എന്നതാണ്. വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അദ്ദേഹം പറയുന്നത്, ഒരു പോയിന്റാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. അടിയന്തര വെടിനിർത്തലാണ് ആവശ്യം, അവിടെ പുതിയ രാഷ്ട്രം പ്രഖ്യാപിക്കലല്ല. മാത്രവുമല്ല, ആ നീക്കം ഇസ്രയേലിനെ കൂടുതൽ ചൊടിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സമാനതകളില്ലാത്ത ആക്രമണത്തിലേക്ക് ഇസ്രയേൽ പോവുകയും ചെയ്യുന്നു. ഇന്ന് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭീഷണി പ്രസംഗം 2 തവണയാണ് നമ്മൾക്ക് കേൾക്കേണ്ടി വന്നതും. ഇപ്പോൾ ശ്രീ MS വേണുഗോപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MS വേണുഗോപാൽ, നോക്കൂ, ഇതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇപ്പോൾ വെടിനിർത്തലാണ് എന്ന PJ വിൻസെന്റ് പറഞ്ഞ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. ഒപ്പം തന്നെ പലസ്തീൻ എന്ന രാഷ്ട്രത്തിന് ഒരു അംഗീകാരം എന്നത് ആ സ്റ്റാൻഡ് സിഗ്നിഫിക്കൻ്റ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടുന്നു, ഇത് പൊള്ളയായ യാഥാർത്ഥ്യമായി തുടരും കൃത്യമായ നടപടികളിൽ ഇല്ല എങ്കിൽ. കാരണം ഈ രാഷ്ട്രങ്ങളൊന്നും തന്നെ ഇവരുമായുള്ള ഇസ്രയേലുമായുള്ള ആയുധ കച്ചവടങ്ങൾ നിർത്തലാക്കിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ യുദ്ധ കുറ്റകൃത്യം നടത്തുന്നവർക്ക് ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ തുടർന്നുകൊണ്ട് പലസ്തീൻ രാഷ്ട്രം അംഗീകരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് എന്ത് ഫലം എന്ന ഒരു ചോദ്യമുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു ഫലവുമില്ല എന്നുള്ളതാണ്. കാരണം നാറ്റോയുടെ ഭാഗമായി നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്, അമേരിക്കയുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പൊ അമേരിക്കയുടെ വലങ്കൈയായി നിൽക്കുന്ന ഇസ്രയേലിന് എതിരെ ഇവർ പുറപ്പെടുവിക്കുന്നത് വെറും ജൽപ്പനങ്ങൾ മാത്രമാണ്. ഈ ജൽപ്പനങ്ങൾ കൊണ്ട് പലസ്തീൻ ജനതയ്ക്കോ അല്ലെങ്കിൽ ഗാസയിൽ ദുഃഖമനുഭവിക്കുന്നവർക്കോ യാതൊരു പരിഹാരവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇസ്രയേലുമായി നേരിട്ട് സംസാരിച്ചുകൊണ്ട് വെടിനിർത്തൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് നീങ്ങുന്നതിന് ഇസ്രയേൽ എന്താണ് കണ്ടീഷൻ പറയുന്നതെന്ന് കൂടി ആലോചിക്കേണ്ടതാണ്. അങ്ങനെ ഇസ്രയേലിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് അവരുടെ താല്പര്യങ്ങളെ കൂടെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരമല്ലെങ്കിൽ അത് പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്ക് പോയപ്പോൾ നമ്മൾ കണ്ടതല്ലേ. ഖത്തറിൽ സമാധാന ചർച്ചയ്ക്ക് പോയപ്പോഴാണ് അവിടെ ബോംബാക്രമണം നടത്തിയത് ഇസ്രായേൽ. അതിന്റെ കാരണം എന്താണ്? സമാധാനമല്ല, യുദ്ധമാണ്, ഇനിയും ഞങ്ങൾക്ക് താല്പര്യമെന്നല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രത്തിനെതിരെ വേറെന്തെങ്കിലും ഒരു ഗിമ്മിക് കാണിച്ചുകൊണ്ട് പലസ്തീനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പലസ്തീനെ അംഗീകരിക്കുന്ന കുറെ നാളുകളായി നമ്മൾ കേൾക്കുന്നില്ല, എത്രയോ നാളായി നമ്മൾ കേൾക്കുന്നതാണ് പാലസ്തീനെ അംഗീകരിക്കുന്നു പല രാഷ്ട്രങ്ങളും പറയുന്നത്.
അങ്ങനെ ഒരു അംഗീകാരമല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യം സ്വതന്ത്രമായ ഒരു പലസ്തീനാണെങ്കിൽ സ്വതന്ത്രമായ ഒരു ഇസ്രയേലും നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ഗാസയിൽ ഇന്ന് നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ലോക രാഷ്ട്രങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വെടിനിർത്തൽ തന്നെയാണ്. വെടിനിർത്തലിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇസ്രയേലിന്റെ ചില താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടതുണ്ട്. അതായത് ഇസ്രയേലിനകത്ത് ഒരു കൊച്ചു രാജ്യമായിട്ട് ഗാസ, അല്ലെങ്കിൽ കൊച്ചു സംസ്ഥാനമായിട്ട് ഗാസ നിൽക്കുകയാണ്. അത് അവർക്ക് ഇനി അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ നയം. അപ്പൊ അതിനൊരു പരിഹാരം എന്താണ്? അവിടെയുള്ളവരെ ഇനിയും കഷ്ടപ്പെടുത്താതെ, അവരെ ഇനിയും പട്ടിണിക്കിടാതെ, അവരെ ഇനിയും ബോംബിട്ട് നശിപ്പിക്കാതെ അവർക്ക് സുരക്ഷിതമായ ഒരു താവളം എവിടെ ഉണ്ടാക്കാം? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ലോകരാഷ്ട്രങ്ങൾക്കോ ലോക നേതാക്കൾക്കോ UN-ഓ കഴിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ നമ്മള് അല്ലെങ്കിൽ പിന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രയേലിനെതിരെ യുദ്ധത്തിനിറങ്ങണം. അങ്ങനെ നടക്കുന്ന പ്രശ്നമേ ഇല്ല. അമേരിക്ക ആ സൈഡിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരു യുദ്ധം ചെയ്ത് ഇസ്രയേലിനെ തോൽപ്പിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്താണ് പരിഹാരം? പരിഹാരം ഗാസയിലെ ജനങ്ങൾക്ക് ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഒരു സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു താവളം ഉണ്ടാക്കണം. ആ താവളം എവിടെയായിരിക്കണം? അത് ഇസ്രയേലും കൂടെ നിശ്ചയിച്ച് ഇപ്പൊ നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കാരണം നമുക്ക് ദ്വിരാഷ്ട്ര തിയറിയിൽ തന്നെ നിൽക്കണം. ഇസ്രയേലികളുടെ, അതായത് ജൂതന്മാർക്ക് ഇസ്രയേൽ എന്നൊരു രാഷ്ട്രം വേണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് പലസ്തീൻ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രവും വേണം. ആ രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ, ആ രാഷ്ട്രത്തിന്റെ സൗഹൃദം നിലനിൽക്കണമെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങളിലും ഒരു ചർച്ച ആവശ്യമാണ്. നമ്മൾ കാശ്മീർ പ്രശ്നത്തിൽ പറയുന്ന പോലെ ദ്വികക്ഷി ചർച്ച പോലെ ഒരു ചർച്ച ഇവിടെ ആവശ്യമാണ്. ഹമാസ് ഉൾപ്പെടെയുള്ളവർ തോക്ക് താഴെ വെച്ചിട്ട് നെതന്യാഹുമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് ഖത്തർ മുൻകൈ എടുക്കുമ്പോൾ അവർ ഹമാസിന് താവളം ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ ഇസ്രയേലിന് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നതാണ്, ഹമാസിലെ 1000-ലധികം പേരെന്നാണ് ഞാൻ അറിഞ്ഞത്. 1000-ലധികം നേതാക്കൾക്ക് അവരുടെ കുടുംബത്തിന് ഒക്കെ സുഖമായി ജീവിക്കാനുള്ള ഒരു വില്ല തയ്യാറാക്കിയിരിക്കുന്നു. അപ്പൊ വേറൊരു മിനി ഗാസ ഖത്തറിൽ വന്നിട്ടുണ്ടോ എന്ന് ഇസ്രായേലിന് സംശയം തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യാതൊരു മടിയും കൂടാതെ US-ന്റെ ഇത്രയും വലിയ സെക്യൂരിറ്റിയിൽ ജീവിക്കുന്ന ഖത്തറിൽ ആക്രമണം നടത്താനായിട്ട് ഇസ്രായേൽ തയ്യാറായത്. ഇത് സൂചിപ്പിക്കുന്നത് സമാധാന ചർച്ചയ്ക്ക്, വെടിനിർത്തലിന് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ കൂടെ കുറച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും രണ്ട് രാഷ്ട്രങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര പ്രശ്നം. പാകിസ്ഥാനിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമുക്കിത് പലതും പരിഹരിക്കാമായിരുന്നു. അതുപോലെ ഇപ്പൊ ഗാസയിൽ ഒരു ജനാധിപത്യ സംവിധാനമല്ല ഉള്ളത്. അവിടെ ഈ പാവപ്പെട്ട പട്ടിണി കിടക്കുന്നവരെ പോലും ബന്ദിയാക്കുന്ന ഹമാസിന്റെ ഒരു സ്റ്റൈൽ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഓടിപ്പോകാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ ഓടിപ്പോയാൽ ഇപ്പൊ എങ്ങോട്ട് പോകുന്നുള്ളത് ഒരു ചോദ്യമാണ്. പക്ഷെ എന്നാൽ പോലും അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറാൻ പോലും, അല്ലെങ്കിൽ അവസരം ഉണ്ടായാൽ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ആ സാഹചര്യം മാറ്റിയെടുക്കണം. ഇതിന് UN ഉള്ളവർ ശ്രദ്ധിക്കണം. ഇപ്പോ ഫ്രാൻസ് ആയാലും അതുപോലെ തന്നെ ജർമ്മനി ആയാലും ഇംഗ്ലണ്ട് ആയാലും മുൻകൈ എടുക്കേണ്ടത്, നിങ്ങൾ ജൽപ്പനങ്ങൾ നിർത്തിയിട്ട് പ്രായോഗികമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാക്കാൻ ഇരു രാഷ്ട്രങ്ങളിലെയും തലപ്പത്തുള്ളവരെ ബന്ധപ്പെടുത്തി ഒരു വെടിനിർത്തലിനും സമാധാന ചർച്ചയ്ക്കും തയ്യാറാകുക. അത് ഖത്തറിന് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഖത്തറിന്റെ പ്രതിനിധികളെയും വിളിക്കാം, അല്ലെങ്കിൽ അറബ് ലോകത്തുള്ളവരെയും വിളിക്കാം, അതുപോലെ നാറ്റോ രാഷ്ട്രങ്ങളെയും വിളിക്കാം, ട്രംപിനെ അല്ലെങ്കിൽ ട്രംപിന്റെ പ്രസിഡന്റായിട്ട് US സെക്രട്ടറിയെ വിളിക്കാം. അങ്ങനെ ഒരു പരിഹാരത്തിന് നീങ്ങുകയാണ് വേണ്ടത്. കാരണം UN ഇന്ന് വളരെ വീക്കാണ്. UN ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആ റോള് യൂറോപ്യൻ രാഷ്ട്രങ്ങളും USA-യും കൂടെ ഏറ്റെടുത്തുകൊണ്ട്, അതുപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവിടെ പൊലിയുന്ന ജീവനുകൾ, അവിടെ നഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ജീവന്റെ വില എല്ലാം കണ്ടുകൊണ്ട് ഈ കണ്ണീരിനി തുടർന്നു പോകാൻ കഴിയില്ല എന്നുള്ള സത്യം ലോകത്ത് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഇതൊരു വലിയ യാതന തന്നെ. എനിക്ക് തോന്നുന്നു ഈ നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ യാതനയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ പോലും ഇത്ര യാതന നടന്നിട്ടുണ്ടോ സംശയമാണ്. അത്ര ഭീകരമായ ഭീകരമായ ദൃശ്യങ്ങളാണ് ഗസയിൽ നിന്ന് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യം വെടിനിർത്തലിന് തന്നെ നൽകണം എന്നതാണ് ശ്രീ MS വേണുഗോപാലും ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് മാത്രം നടന്ന ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ ഏതാണ്ട് 50ഓളം പേർ അവിടെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി.
റാൻഡിസി ചിൽഡ്രൻസ് ഹോസ്പിറ്റലും സെന്റ് ജോൺസ് ഐ ഹോസ്പിറ്റലും ആക്രമിക്കപ്പെട്ടു എന്നതാണ് പലസ്തീന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇന്നും കുട്ടികളുടെ ആശുപത്രി ലക്ഷ്യമിടുന്നു. ഒപ്പം തന്നെ 90% പാർപ്പിട സമുച്ചയങ്ങൾ അവിടെ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 90% ആശുപത്രികളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇപ്പോഴും അത്തരം കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണങ്ങൾ നടക്കുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരം. നമുക്ക് ഇസ്രായേലിൽ നിന്ന് മലയാളിയായ അരുൺ കൂടി ചേരും നമ്മുടെ ചർച്ചയിൽ അല്പസമയത്തിനകം, ഇടവേളയ്ക്ക് ശേഷം. മലയാളിയായ അരുൺ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് യുദ്ധക്കൊതിമൂത്ത ഭരണാധികാരികളുടെ അത്തരത്തിലുള്ള പ്രസ്താവനകളും പ്രവർത്തികളുമാണ്. ഇപ്പോൾ പുതുവർഷമാണ് നിങ്ങൾക്ക് അവിടെ എന്ന് മനസ്സിലാക്കുന്നു. പുതുവർഷ സന്ദേശം ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നു. അതും ഈ യുദ്ധം എങ്ങനെ എസ്കലേറ്റ് ചെയ്യും, ലക്ഷ്യങ്ങൾ കാണും എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ അതിനു മുൻപ് അരുണിലേക്ക് വരുന്നതിന് മുൻപ് ഒരു ദൃശ്യം കൂടി കാണിക്കാം. ഇവിടെ പലസ്തീനിലെ ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെ ഉടൻ മോചിപ്പിക്കണം, അതിനുവേണ്ടി അവരുമായി ചർച്ച നടത്തണം, ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമായി വലിയ പ്രതിഷേധം കൂടി നെതന്യാഹുവിനെതിരെ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വസതിക്ക് മുന്നിൽ ഇന്ന് ഇസ്രായേലിൽ നടന്ന പ്രതിഷേധം കൂടി കാണാം. את האינדיקציות המודיעיניות לסכנה שבכיבוש עזה. הוא מכיר את הסכנה שנמצאת מעל ראשם של החטופים והחיילים. נתניהו מכיר בדיוק כמונו את האינדיקציות המודיעיניות לסכנה שבכיבוש עזה. നെതന്യാഹുവിന്റെ ജെറുസലേമിലെ വസതിക്ക് മുന്നിലാണ് ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. ബന്ധികളെ രക്ഷിക്കണം, അതിന് ഹമാസുമായി ചർച്ച നടത്തണം, കരാറുണ്ടാക്കണം എന്നതാണ് അവരുടെ ആവശ്യം. എന്താണ് അരുൺ അവിടുത്തെ ആഭ്യന്തര സാഹചര്യങ്ങൾ? നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? ബന്ദികളെ തിരിച്ചെത്തിക്കും എന്ന് നെതന്യാഹു ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പോലും ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ അവരുടെ ബന്ധുക്കൾക്കുൾപ്പെടെ ആ വാക്കുകളിൽ വിശ്വാസമില്ലാതായോ? തീർച്ചയായിട്ടും ദിവസങ്ങൾ വർഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിഷേധമുണ്ട്. പ്രതിഷേധമില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഇസ്രായേൽ എന്നൊരു ആശയത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നവരാണ് ജൂതന്മാർ, അല്ലെങ്കിൽ ഇസ്രായേലി ജനത ഒട്ടുമിക്കതും. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾ വളരെ ചെറുതാണ്, അല്ലെങ്കിൽ മൈനോറിറ്റി ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇസ്രായേൽ ഒട്ടാകെ നെതന്യാഹുവിനെതിരെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു സാഹചര്യം ഇസ്രായേലിൽ എവിടെ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് തട്ടിക്കൊണ്ടുപോയ അല്ലെങ്കിൽ ബന്ദികളായി കൊണ്ടുപോയ ആളുകളുടെ ബന്ധുജനങ്ങൾ തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. യുവജന സംഘടനകളും അതുപോലെ രാഷ്ട്രീയപരമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം നിലവിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ഏതാണ്ട് 2 വർഷം മുൻപൊക്കെ അരുണിനെ ബന്ധപ്പെട്ടിരുന്നു. അത് ഒക്ടോബറിലെ ഭീകരാക്രമണത്തിൻ്റെ സമയത്താണ്. അപ്പോൾ അവിടുത്തെ മലയാളികളുടെ ആശങ്കകൾ എന്താണ്, നിങ്ങളുടെ സാഹചര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ IDF-ൽ നിങ്ങൾക്കുള്ള വിശ്വാസം എന്താണ് എന്ന് നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ഇസ്രായേൽ ഭരണ സംവിധാനം ഒരുക്കുന്ന സുരക്ഷയിൽ അത്രമാത്രം വിശ്വാസമാണ്, നിങ്ങൾ അതിൽ അഭിമാനിക്കുന്നവരുമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ 2 വർഷമായി തുടരുന്ന കുരുതിയാണ്. അത് ഈ ഇടം വരെ എത്തിയിരിക്കുന്നു. എല്ലാ ലോകരാഷ്ട്രങ്ങളുമായി ഇസ്രായേൽ മുഖാമുഖം നിൽക്കുന്ന സാഹചര്യം വരുന്നു. 72 മണിക്കൂറിൻ്റെ ഏതാണ്ട് 6 രാഷ്ട്രങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്യുന്നു. ഇതൊക്കെ അവിടെ തുടരുന്ന മലയാളികളായ നിങ്ങളിൽ എങ്കിലും ആശങ്കകൾ ഉണ്ടാക്കുന്നുണ്ടോ? 2 വർഷം മുമ്പ് പറഞ്ഞ കാര്യം തന്നെ ഇപ്പോഴും പറയാനുള്ളൂ. പക്ഷെ ഇതിനെ പലപ്പോഴും ഇപ്പോൾ വേണുഗോപാൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും ഏകപക്ഷീയമായിട്ടാണ് പലരും ഇപ്പോഴും ഇതിനെ കാണുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഗാസയുടെ അവസ്ഥ നമുക്കറിയാം. വളരെ നമുക്ക് കമ്പാരിസൺ ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് പെട്ടെന്നൊരു ദിവസം നമുക്ക് എന്തെങ്കിലും കാരണത്താൽ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അതുപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ജീവിച്ചിരുന്ന സ്ഥലത്ത് വീടില്ലാത്തൊരവസ്ഥ, ബന്ധുക്കളില്ലാത്തൊരവസ്ഥ, മാതാപിതാക്കളില്ലാത്ത അവസ്ഥ, കുട്ടികളില്ലാത്തൊരവസ്ഥ, എന്തിനധികം അവർക്ക് കിടന്നുറങ്ങാൻ വീട് പോലും ഇല്ലാതെ അല്ലെങ്കിൽ വസ്ത്രം പോലും ഇല്ലാതെ എങ്ങോട്ടാണെന്ന് അറിയാതെ പലായനം ചെയ്യേണ്ടി വരുന്ന സാധാരണ ജനങ്ങളുടെ അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. പക്ഷെ അതൊരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഒക്ടോബർ 7-ന് ശേഷം ഇത്രയും ജനങ്ങളെ ബന്ദികളാക്കി കൊണ്ടുപോയി അതിന് ശേഷം ഇസ്രായേലിന് നേരെ ഏതൊക്കെ മേഖലകളിൽ നിന്നും അക്രമം നടന്നുവെന്നും ഇസ്രായേൽ അതെങ്ങനെ പ്രതിരോധിച്ചുവെന്നും നമുക്കറിയാവുന്നതാണ്. ഇതിനുപരിയായിട്ട് ഒരുപാട് അവസരങ്ങൾ ഹമാസിനടക്കം
ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഖത്തറിൽ നിന്ന് നടന്നത് സമാധാനപരമായ ചർച്ചയാണെന്ന് സാറ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും സാറിനോട് പറയാണ്, ഇന്നൊരു ദിവസമല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ആക്രമണം നടത്തിയപ്പോഴല്ല ഖത്തറിൽ ഹമാസിന്റെ നേതാക്കൾ ചെല്ലുന്നതും അല്ലെങ്കിൽ സമാധാനപരമായി ചർച്ച എന്ന് പറയുന്ന ഇതേ സമയം ഒക്ടോബർ 7 സംഭവിക്കുന്ന സമയത്ത് ഹമാസിന്റെ നേതാക്കളായിട്ടുണ്ടായിരുന്നവർ ഖത്തറിൽ ഇരുന്നു കൊണ്ട് ഈ ടെലിവിഷനിലൂടെ ഈ സംഭവങ്ങൾ നോക്കി കാണുകയും അവരത് കണ്ട് ദുആ ചെയ്യുകയും അവരത് കണ്ട് നിസ്കരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്ന കാഴ്ചകളല്ല. അതുപോലെ തന്നെ ഇസ്രായേൽ ഒരുപാട് അവസരങ്ങൾ ഹമാസിന് കൊടുത്തിരുന്നു. ഇതിനു മുമ്പും ചർച്ചകൾ നടന്നിരുന്നു. അതിന് ഹമാസ് എന്താണ് അപ്പോഴും ചെയ്തത്? അവര് ഏകദേശം 50 പേരോ അതിനോട് അടുപ്പിച്ചോ അതോ 80 ആണോ കൃത്യമായ സംഖ്യ എനിക്കറിയില്ല, അത്രയും പേരെ വിട്ടുകൊടുത്തതും ഒരുമിച്ചല്ല വിട്ടുകൊടുത്തത്. അവർ പ്രഹസനം നടത്തി, സ്റ്റേജ് ഉണ്ടാക്കി, ഈ സ്റ്റേജിൽ കൊണ്ടുവന്ന് ബന്ദികളായ ആളുകളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിച്ച അറബി വേർഡുകൾ പറയിപ്പിക്കുകയും ഇത് ഒരു പ്രഹസനം നടത്തിക്കൊണ്ട് ലോകരാജ്യങ്ങളെ, ഈ പറയുന്ന എല്ലാ ലോകരാജ്യങ്ങളെയും കളിയാക്കിക്കൊണ്ട്, എവിടെയാണ് ഹ്യൂമാനിറ്റിക്ക് വാല്യൂ ഉണ്ടായിട്ടുള്ളത്? ഒക്ടോബർ 7 ശേഷം ഇതുവരെയുള്ള സമയത്ത് ഇസ്രായേലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് സമാധാനം ഉണ്ടായിട്ടുള്ളത്? ഹമാസിന് വേണമെങ്കിൽ ഈ പ്രശ്നം നേരത്തെ തീർക്കാമായിരുന്നു. അതിനെ വളച്ചൊടിച്ച് അവരുടെ രീതിയിൽ പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക തീവ്രവാദ രീതിയിൽ നമുക്ക് അവരെ ആരെയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാരെ പോലെ തോന്നൂല. നമ്മൾ ഓർക്കുന്നുണ്ടാവും സ്റ്റേജിൽ അവർ കാണിച്ചു കൂട്ടിയ പ്രഹസനങ്ങളൊക്കെ. അതിനുശേഷം രണ്ടാമത് വീണ്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഹമാസ് എന്താണ് ചെയ്തത്? ബന്ദിയാക്കി കൊണ്ടുപോയ, മാസങ്ങളോളം പട്ടിണിക്കിട്ട ഒരു ഇസ്രായേലി യുവാവിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വയം ശവക്കുഴി കുത്തിക്കൊണ്ട് അതിന്റെ വീഡിയോ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. ഹ്യൂമാനിറ്റിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഹ്യൂമാനിറ്റി എല്ലാ സൈഡിലും ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് പലസ്തീനിലൂടെ ട്രാവൽ ചെയ്തിരുന്നു. ട്രാവൽ ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് പേരോട്, അവിടെയുള്ള സാധാരണക്കാരായ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അവരോടൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങളൊക്കെ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അവർ പറഞ്ഞെന്ന് വെച്ചാൽ, ഹമാസ് എന്ന ആശയത്തെ ഞങ്ങൾ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേലിന്റെ മല്ലിടുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഫലസ്തീൻ എന്നൊരു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണമെന്നും സ്വതന്ത്ര രാജ്യമായി ഫലസ്തീൻ മാറണമെന്നും ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് തീർച്ചയായും ഫലസ്തീനിലെ എൻ്റെ ഫലസ്തീനിലുള്ള ആളുകൾ. അതിലുപരിയായിട്ട് ഹമാസ് എന്ന ആശയം ഇതിലേക്ക് വഴിവെക്കുമെങ്കിൽ എന്ന രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് ഒക്ടോബർ 7 ശേഷം അവരെല്ലാരും പറയുന്നത്, തീർച്ചയായിട്ടും സമയക്കുറവുണ്ട് അറിയാം, പറഞ്ഞു പൂർത്തിയാക്കിക്കോ. അപ്പം അവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, പിന്നെ അങ്ങോട്ട് നടക്കുന്നത് ഹമാസിന് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്ഥാനത്തിന് അറിയാം ഇസ്രായേൽ പോലൊരു രാജ്യത്തോട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കില്ല ഒരിക്കലും. ഏതൊരാശയത്തിന്റെ പേരിലാണെങ്കിൽ പോലും നമുക്കറിയാം 7-70 മത്സരിക്കുന്നതിന് പരിമിതികളുണ്ട്. അതിനുപരിയായിട്ട് നമ്മൾ പാലസ്തീന്റെ വെസ്റ്റ് ബാങ്ക് പ്രദേശമായിട്ടുള്ള ബെത്ലഹേമിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സഹിക്കില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ലക്ഷറിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ബെത്ലഹേമിലേക്ക് ടൂറിസത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളും. വെസ്റ്റ് ബാങ്കിൽ ജീവിച്ചിരുന്ന 30% മുകളിൽ വരുന്ന ഫലസ്തീനികളായിട്ടുള്ള ആളുകൾ ഇസ്രായേലിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചിരുന്നത്. അതായത് ഇസ്രായേലിലായിരുന്നു അവരെല്ലാവരും തന്നെ ജോലി ചെയ്തിരുന്നത്. അത്രയും ആളുകൾക്ക് ജോലി ഇല്ലാതായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എൻ്റെ ഫലസ്തീനിലെ ജനത ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. നാട്ടിലിരുന്ന് പറയുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഹമാസിനെ അല്ലല്ലോ പിന്തുണയ്ക്കുന്നത്. ഹമാസിന്റെ ഒരു തീവ്രവാദ സംഘടന എന്നതിനപ്പുറം ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബന്ദികളാക്കിയ മനുഷ്യരുടെ എത്രയോ ഇരട്ടി മനുഷ്യർ അവിടെ മരിച്ചു വീണിരിക്കുന്നു. 65,000 കടന്നിരിക്കുകയാണ് ആകെയുള്ള മരണസംഖ്യ. അതിൽ 20,000 കുട്ടികൾ മാത്രമാണ്. 1 മണിക്കൂറിൽ ഒരു കുട്ടി എന്ന നിലയിൽ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന ആ ഒരു സാഹചര്യത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഏതെങ്കിലും തീവ്രവാദ സംഘടനകൾക്ക് കുടപിടിക്കുകയല്ല, അവരെ ന്യായീകരിക്കുകയുമല്ല നമ്മളുടെ ലക്ഷ്യം. പകരത്തിന് പകരം എന്ന് പറയുമ്പോൾ അതിന് ഏതാണ് അതിന്റെ അതിര്? എത്ര ഇരട്ടിയാണ് അതിന്റെ അതിര് എന്നൊരു ചോദ്യമുണ്ടല്ലോ ശ്രീ അരുൺ. ഓക്കെ, അതെ അതെ, ഓക്കെ, അരുൺ പറഞ്ഞത് മനസ്സിലായി. ഇസ്രായേലിൽ ജീവിക്കുന്നു എന്ന് കരുതി ഇസ്രായേലിനോട് അങ്ങേയറ്റം കൂറുള്ള ഒരു മനുഷ്യനാണ് ഞാനെന്ന് പറയാൻ പറ്റില്ല. ഞാനിവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യവും സമാധാനവും ശമ്പളവും പറ്റുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഇസ്രായേലിനോട് കൂറുണ്ടാവും. അതിനുപരിയായിട്ട് ഈ ഹ്യൂമാനിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങളും ഈ ഗസയിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നമ്മളെല്ലാവരും ബാധിക്കും. അല്ലെങ്കിൽ ഏതൊരു സാധാരണ മനുഷ്യന്റെയും മനസ്സലിയിച്ചു കളയുന്ന കാഴ്ചകൾ തന്നെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഒക്ടോബർ 7 ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. ഒരു രാജ്യത്തെ അതൊക്കെ വ്യക്തമാണ്. ഓക്കെ, മനസ്സിലായി. അരുൺ പറഞ്ഞ പോയിന്റ് നമുക്ക് മനസ്സിലായി. ശ്രീ ജോസഫ് ആന്റണിയിലേക്കാണ്. ശ്രീ ജോസഫ് ആന്റണി, സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന്
അതിൻ്റെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്ന ഇടം വരെ അമേരിക്കയ്ക്ക് പോകാമെങ്കിൽ തങ്ങൾക്കും അതിനുള്ള അധികാരമുണ്ട് എന്നതാണ് ഇസ്രയേലിൻ്റെ വാദം. ഹമാസിനെ ഇല്ലായ്മ ചെയ്യും വരെ ഈ യുദ്ധം തുടരും എന്ന് അല്പം മുൻപ് പോലും നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു. അത് സാധ്യമാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്തിട്ട് ഞങ്ങളിത് അവസാനിപ്പിച്ചോളാം എന്ന് പറയുമ്പോൾ ഓക്കെ, അത് സാധ്യമാകുന്ന ഒരു കാര്യമാണോ? എന്തെങ്കിലും ലോജിക്കുള്ള കാര്യമാണോ? ഇനിയും 6 ലക്ഷം പേർ ഗസയിലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പക്ഷേ ആ മനുഷ്യരെ തന്നെ മനുഷ്യ കവചമാക്കിക്കൊണ്ടായിരിക്കും അവിടെ അവശേഷിക്കുന്നവർ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ മുഴുവൻ ഉന്മൂലനം ചെയ്യുക, അതിനുശേഷം ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്ന ഇസ്രയേലിൻ്റെ നിലപാട് അത് ഏതെങ്കിലും തരത്തിൽ സാധുതയുള്ള കാര്യമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം 2023 ഒക്ടോബർ മാസം 7-ാം തീയതി തുടങ്ങിയതല്ല. ഈ ചർച്ച ചെയ്യുന്നവർ പലരും ഈ 2023 ഒക്ടോബർ 7 എന്ത് നടന്നു 1948 മുതൽ എന്താ നടക്കുന്നതെന്നാണ് വാസ്തവത്തിൽ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ വർഷമെങ്കിലും ആലോചിക്കുന്നത്. 1948 ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് 8 ലക്ഷം പാലസ്തീനികൾ പലായനം ചെയ്തു. അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് അന്ന് പാലസ്തീൻ എന്ന് പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് താമസിക്കുന്ന പാലസ്തീനികളിൽ 8 ലക്ഷം പേർ സ്വന്തം നാടും വീടും വിട്ട് പലായനം ചെയ്തു അന്ന് മാത്രം. ഇപ്പോ ഏകദേശം 60 ലക്ഷത്തിലേറെ പലസ്തീനികൾ വിദേശ രാജ്യങ്ങളിൽ അലഞ്ഞു തിരിയുകയാണ് സ്വന്തം രാജ്യമില്ലാതെ. അതാണ് ഒരു ഭാഗത്ത്. അപ്പൊ ഇങ്ങനെയുള്ള എന്തുകൊണ്ടാണ് ഹമാസ് ഉണ്ടായത് എന്ന് നമ്മൾ ആലോചിക്കും. പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരുന്നത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന അറാഫത്തിന് നേതൃത്വമുള്ള സംഘടനയാണ്. അത് വളരെ സമാധാനപരമായി സമരം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ആ പലസ്തീൻ എന്ന് പറയുന്ന ആശയത്തിന് വേണ്ടി സമരം ചെയ്ത PLO എന്ന് പറയുന്ന സംഘടനയെ ദുർബലപ്പെടുത്താനും ഇല്ലാതാക്കാനും വേണ്ടി ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് ഹമാസ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിന്റെ എല്ലാ സഹായത്തോടും സാമ്പത്തിക സഹായത്തോടും കൂടി ഉണ്ടാക്കപ്പെട്ട സംഘടനയാണ് ഹമാസ്. ആ ഹമാസ് എന്തുകൊണ്ട് ആ അവസ്ഥയിൽ നിന്നും ഭീകരവാദത്തിലേക്ക് പോയി? കഴിഞ്ഞ 1948 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്? ഒരു രാജ്യത്തെ ജനതയുടെ മുകളിൽ വേറൊരു രാജ്യം ഒരു കോളനിയാക്കപ്പെട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 30 ലക്ഷം പലസ്തീനികളുണ്ട്. ഈ അന്തർദേശീയ സമൂഹം, ഐക്യരാഷ്ട്ര സംഘടന, ഇവിടെ നേരത്തെ ജെയിംസ് സൂചിപ്പിച്ച പോലെ ഈ ബാൽഫർ കരാറ് അതിന് ശേഷം 1948 ഈ രാജ്യം രൂപീകരിക്കപ്പെടുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞു ഈ മുഴുവൻ പ്രദേശത്തിലെ 55% ഇസ്രായേലുകാർക്കും 45% പലസ്തീനികൾക്കുമാണ്. ആ 45% പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 150 രാജ്യങ്ങൾ, ആകെയുള്ള 800 കോടി ജനങ്ങളിൽ ഏതാണ്ട് 90% പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് അംഗീകരിക്കുന്നു? പലസ്തീൻ എന്ന് പറയുന്ന ആ രാജ്യത്ത് ആ ജനങ്ങളുടെ ആവശ്യം ന്യായമാണ് എന്ന് ലോക സമൂഹം തിരിച്ചറിയുന്നതുകൊണ്ടാണ് അംഗീകരിക്കുന്നത്. അങ്ങനെയുള്ള സമൂഹത്തെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഗാസ എന്ന് മാത്രം എടുത്തു 365 ചതുരശ്ര കിലോമീറ്റർ വരുന്ന സ്ഥലം ഒരു തുറന്ന ജയിലല്ലേ? ആ തുറന്ന ജയിലിൽ വെള്ളവും വൈദ്യുതിയും ഭക്ഷണവും മരുന്നും എന്ത് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇസ്രായേലിന്റെ ചൊൽപ്പടിയിലാണ്. ഇസ്രായേൽ തീരുമാനിക്കുന്ന സ്ഥലങ്ങൾ മാത്രമേ എത്തുകയുള്ളൂ. അങ്ങനെ ഒരു രാജ്യത്തെ ജനങ്ങൾ, പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനങ്ങൾ, പലസ്തീനികൾ അവരുടെ രാജ്യം, അവരുടെ പ്രദേശം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അനധികൃതമായി കൈയടക്കി വെച്ചുകൊണ്ട് കൊള്ള ചെയ്യുന്ന, കൊല്ലുന്ന രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പ്രതികരിക്കില്ല ജനങ്ങൾ. ഒരു രാജ്യത്തെ ജനതയെ ഇങ്ങനെ നിഷ്ഠൂരമായി കൊലപ്പെടുക, അതായത് അവരുടെ സ്വന്തം നാട്ടിൽ ജീവിക്കുന്ന ജനതയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നതിന്റെ പ്രതികരണമാണ് വാസ്തവത്തിൽ നമ്മൾ 2023 ഒക്ടോബർ മാസം കണ്ടത്. അപ്പോ ഈ ചരിത്രം തുടങ്ങുന്നത് 2023 ഒക്ടോബർ 7-നല്ല. ഏറ്റവും ചുരുങ്ങിയത് 1948 ഇസ്രായേലിന്റെ അധിനിവേശം ഈ വെസ്റ്റ് ബാങ്കിലേക്കും ഈ ഗാസയിലേക്കുമുള്ള അധിനിവേശം നടത്തുകയും അവിടുത്തെ ജനങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ട് വംശീയ ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, വർണ്ണവരി ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പ്രതികരണമാണ് 2023 ശേഷം ലോകം കണ്ടതിനുള്ള പ്രകോപനം എവിടെ നിന്ന് തുടങ്ങി എന്ന ചോദ്യമാണ് നമ്മളെ അവിടേക്ക് വീണ്ടും എത്തിച്ചത്. ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? UN-ൽ ഒരുപക്ഷെ ദ്വിരാഷ്ട്ര പരിഹാരം എന്നത് അവതരിപ്പിക്കാനാണ് ഫ്രാൻസും സൗദി അറേബ്യയും ലക്ഷ്യമിടുന്നത്. അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകും. അതൊരു പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ എബ്രഹാം അക്കോർഡ് ഉൾപ്പെടെ പഴങ്കഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? സൗദിയുടെയും ഫ്രാൻസിൻ്റെയും ഒക്കെ സംയുക്തമായ ഇടപെടൽ ഇസ്രയേലിനെ എങ്ങനെ പ്രകോപിപ്പിക്കുന്നു എന്നറിയില്ല. അപ്പോൾ എന്തൊക്കെ പ്രതിസന്ധികൾ ഉടലെടുത്തേക്കാം ഇനി? രേണുക, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടനയിൽ എന്താണ് ഉടനടി സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലിയിൽ ഒത്തുചേരുന്ന രാജ്യങ്ങൾ പ്രസംഗ മത്സരം നടത്തും.
അതിൽ മഹാഭൂരിപക്ഷവും പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. ഇപ്പോൾ പറഞ്ഞ നമ്മളിവിടെ ചർച്ചയിൽ കേട്ട കാര്യങ്ങളൊക്കെ തന്നെ അവിടെ എല്ലാം മുഴങ്ങി കേൾക്കും. ന്യായമാണ്, ആരും പറയില്ല സ്വതന്ത്ര പരമാധികാര പാലസ്തീൻ ന്യായമല്ല എന്നാരും പറയില്ല. വോട്ടെടുപ്പ് നടക്കും. ഒരുപക്ഷെ വൻപൻ ഭൂരിപക്ഷത്തിൽ ആ പ്രമേയം, അതായത് ഇത് വേണമെന്ന പ്രമേയമൊക്കെ പാസ്സാകും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു ചുക്കും നടക്കില്ല. യഥാർത്ഥത്തിൽ യുണൈറ്റഡ് നേഷൻസിന് പല്ലും നഖവും ഉണ്ടാകണമെങ്കിൽ സെക്യൂരിറ്റി കൗൺസിലിലെ വീറ്റോ അധികാരമുള്ള സ്ഥിര അംഗങ്ങൾ 5 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് തീരുമാനിക്കണം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ ആൻഡ് ചൈന. ഇതിൽ റഷ്യയുടെയും ചൈനയുടെയും നിലപാട് എക്കാലത്തും പലസ്തീൻ അനുകൂലമായിരുന്നു. പലസ്തീന് സ്വതന്ത്ര പരമാധികാര രാജ്യ പദവി വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരുന്നത്. അതിലിപ്പോഴും മാറ്റമൊന്നുമില്ല. ഇപ്പോൾ പുതിയതായി 2 രാജ്യങ്ങൾ കൂടി അമേരിക്കയിൽ ചേരിയിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് നെയ്റ്റോ അംഗരാജ്യങ്ങൾ കൂടിയായ ബ്രിട്ടനും ഫ്രാൻസും സുചിന്തിതമായ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകിയെങ്കിലും, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 100 വർഷത്തിന് ശേഷം ബാൽഫോർ ഡിക്ലറേഷൻ 1917 അപ്പോൾ 108 വർഷത്തിന് ശേഷം ബ്രിട്ടൻ കണ്ണു തുറന്നിരിക്കുന്നു. അന്ന് ഞങ്ങൾക്ക് നീതി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. 48-ലും ഞങ്ങളുടെ മാൻഡേറ്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾക്ക് നീതി പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. വൈകിയെങ്കിലും ഞങ്ങൾ ആ കോസിന് വേണ്ടി നിൽക്കുന്നു. കുറച്ച് ശബ്ദമുണ്ടാക്കും ബ്രിട്ടനും. ഇവിടെ അമേരിക്ക വീറ്റോ പ്രയോഗിക്കും. ട്രംപ് എത്രത്തോളം ഇരട്ടത്താപ്പാണ് കാട്ടുന്നത് നോക്കൂ. ഇവിടെ ലോക സമാധാനം താൻ 7 യുദ്ധങ്ങളാണ് അവസാനിപ്പിച്ചത് എന്നാണല്ലോ ട്രംപ് പറയുന്നത്. ഈ യുദ്ധവും അവസാനിപ്പിക്കാൻ താൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴും വെടിനിർത്തലിനെ കുറിച്ചുള്ള ചർച്ച ഐക്യരാഷ്ട്രസംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ വരുമ്പോൾ ആദ്യം വീറ്റോ ചെയ്യുന്നതും അമേരിക്ക തന്നെയാണ്. വെടിനിർത്തലിന് വേണ്ടി വാദിക്കുന്ന ട്രംപ് തന്നെയാണ് വെടിനിർത്തൽ പ്രമേയം വീറ്റോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ എവിടെ നിൽക്കുന്നു അമേരിക്ക എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഡൈനമിക്സിൽ ഇന്നത്തെ നിലയിൽ ഒരു അത്ഭുതവും കാട്ടാനില്ല, ഐക്യദാർഢ്യം മാത്രം. എന്നാൽ അമേരിക്ക കെട്ടിപ്പടുത്തെടുക്കുന്ന ഒരു സൗഹൃദ സംഘമുണ്ട്. അറബ് രാജ്യങ്ങൾ ഒന്നൊന്നായി ഇസ്രയേലിനെ ആദ്യ പിതാവായ അബ്രഹാമിൻ്റെ പേരിൽ അംഗീകരിക്കണം. അതാണല്ലോ അബ്രഹാമിക അക്കോർഡ്. ഈ അക്കോർഡിൽ 4 അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചേർന്ന് കഴിഞ്ഞു. പക്ഷേ ഈ അറബ് രാജ്യങ്ങളുടെ മേൽ അതിശക്തമായ സമ്മർദ്ദമുണ്ടാകും മറ്റ് അറബ് രാജ്യങ്ങളുടെ ഇടയിൽ നിന്നും. ഇവരെ പിന്മാറാനുള്ള സാധ്യത തള്ളിക്കളയാനില്ല. ഇസ്രയേലുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി അറബ് ഇസ്ലാമിക ലോകം ഉപേക്ഷിക്കുകയാണെങ്കിൽ കുറേയൊക്കെ വേദനിക്കും ഇസ്രായേലിന്. ഇവിടെയാണ് ഒരു ചെറിയ സാധ്യതയെങ്കിലും. അതുമാത്രമല്ല, അന്താരാഷ്ട്ര ഉപരോധം അമേരിക്കയെ പോലും ധിക്കരിച്ചുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ സാമ്പത്തിക സൈനിക ഉപരോധത്തിലേക്ക് കടക്കുക കൂടി ചെയ്താൽ ഒരുപക്ഷെ ഇസ്രായേലിന് മേൽ യഥാർത്ഥ സമ്മർദ്ദം ഉണ്ടാകും. അത്രയൊന്നും പോകും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനുമാവില്ല. തീർച്ചയായും. ശ്രീ MS വേണുഗോപാൽ, നമുക്ക് അവസാനിപ്പിക്കാം. ഇനിയും സമാധാനം ഏറെ അകലെയാണോ? അതാണോ ഈ സൂചനകളൊക്കെയും നൽകുന്നത്? കുറച്ച് പലസ്തീൻ വിളികൾ ഉണ്ടാകും എന്നതിനപ്പുറം പ്രശ്നപരിഹാരം ഇനിയും അകലെ? പ്രശ്നപരിഹാരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അകലെയാണ്. അല്ലെങ്കിൽ ഗാസയിൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അവരിനി ഒരു 2023 ഒക്ടോബർ 7 ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ നടപടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് 2007 ഗാസ ഈ പാലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് ഹമാസ് പിടിച്ചടക്കിയ നാൾ മുതൽ ഒരുപക്ഷെ ഇസ്രായേലാണ് അവരെ സഹായിച്ചിരുന്ന ഒരു പ്രധാന ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അവർക്ക് വെള്ളവും വൈദ്യുതിയും തുടങ്ങി അവരുടെ ഭക്ഷ്യവസ്തുക്കൾ വരെ ആവശ്യത്തിന് കൊടുത്തിരുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിൽ ഇപ്പൊ നേരത്തെ അരുൺ പറഞ്ഞ പോലെ ഇവർക്കെല്ലാം അവിടെ വന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിരുന്നതാണ്. ഇവരെല്ലാം ഭംഗിയായി ജോലി ചെയ്ത് തിരിച്ച് നാട്ടിൽ പോയി ആ പണം കൊണ്ട്, അതായത് ഗാസയിൽ പോയി സുഖമായി ജീവിച്ചുകൊണ്ടിരുന്നതാണ്. അതിനിടയ്ക്കാണ് വേറെ ചില ശക്തികൾ ഹമാസിനെ കയ്യിലെടുത്തു എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പരാതി. അങ്ങനെ കയ്യിലെടുത്ത് ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്നു. ആ ശക്തികൾ ആരാണെന്നുള്ളത് ഇസ്രായേലിനറിയാം, ലോകരാഷ്ട്രങ്ങൾക്കറിയാം, ഒരുപക്ഷെ ഖത്തറിനും അറിയാം. ഖത്തർ ഉൾപ്പെടെയുള്ള ആദ്യമായിട്ട് 2007 ഹമാസിനെ അംഗീകരിച്ച ഏക രാഷ്ട്രം എന്ന് പറയുന്നത് ഖത്തറാണ്. അന്ന് മുതൽ ഖത്തറും ഇവരും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാണ്. ആ ബന്ധം ഉപയോഗിച്ച് ഈ വെടിനിർത്തൽ നടത്താമെന്നാണ് US-ഉം ട്രംപും ഒക്കെ വിചാരിച്ചത്. അത് പക്ഷേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നാറ്റോ രാഷ്ട്രങ്ങളും US-ഉം അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇസ്രായേലിന്റെ പ്രതിനിധികളെ കൂടെ വിളിച്ച് പലസ്തീന്റെ പ്രതിനിധികളെ കൂടെ വിളിച്ച് ഒരു സമാധാനത്തിന് ശ്രമിക്കുകയും ആ ഗാസ സ്ട്രിപ്പിൽ
പിന്നെ ഇനി അത്തരത്തിൽ, അതായത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ പറഞ്ഞതാണ്, കേരളം ആണ് ഇസ്രായേലെങ്കിൽ നമ്മുടെ ആലപ്പുഴയാണ് ഈ ഗാസ എന്ന് വിചാരിച്ചുകൊള്ളുക. അവിടെ ഈ കേരളത്തിനെ മുഴുവൻ കീഴടക്കുന്ന വിധത്തിൽ ഒരു തീവ്രവാദി സംഘം പോലെ ചിലർ പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണ് അവിടെ നമ്മൾ ചെയ്യുക? ഇത് തന്നെയാണ് ആ ഇസ്രായേലിന്റെ ഇന്നത്തെ ഒരു വൈതരണി. അപ്പൊ അവിടെ ഒന്നുകിൽ അവർക്ക് സുരക്ഷിതത്വം കിട്ടണം. അവർ സുരക്ഷിതം കിട്ടാൻ അവർ പറയുന്നത് ഇനി വീണ്ടും ഒക്ടോബർ 7 ആവർത്തിക്കാൻ പറ്റില്ല. ശരി, സമയക്കുറവ് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്, എന്നോട് ക്ഷമിക്കുക ശ്രീ എം എസ് വേണുഗോപാൽ. എന്തായാലും സമാധാനം ഇനിയും ഏറെ അകലെ എന്നതാണ് അവിടെ പശ്ചിമേഷ്യയിൽ നിന്നും വരുന്ന വിവരങ്ങൾ. എന്തായാലും UN-ൽ എന്ത് സംഭവിക്കുന്നു എന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയ്ക്ക് വീറ്റോ പവർ ഉള്ളിടത്തോളം കാലം ഒന്നും സംഭവിക്കാൻ